നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ഒരാളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. നോ പറയാൻ ഓരോ സ്ത്രീയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഈ രണ്ട് ഓപ്ഷൻ മാത്രം നിങ്ങൾ സ്വീകരിക്കും. എനിക്കെപ്പോഴും സ്ത്രീകളാണ് മുഖ്യം. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വരെ എപ്പോഴും ബലഹീനരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെയുള്ള സംഭവം ഒന്നോ രണ്ടെണ്ണോ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ വേടന്റെ പോസ്റ്റ് ഇടാൻ കാരണം. നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു കൺസെന്റ് നേടിയെടുക്കുകയും സെക്സ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ദിലീപിന്റെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്ററി, ഒരു കേസായിട്ടാണ് നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നത് അല്ലെ. അതിജീവിത എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം നേരിട്ടറിയാവുന്ന ഒരു സ്ത്രീയാണ്. അപ്പോ ഒരു കൂട്ടം ആൾക്കാര് ഒരു സ്ത്രീയെ ഇങ്ങനെ വന്ന് അതായത് നഗ്നയാക്കി അപമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന, അതായത് അച്ഛൻ മരിച്ചു കുറച്ച് നാളാവുന്നുള്ളൂ. ഇപ്പം നമ്മൾ എത്ര ആവില്ല എന്ന് പറഞ്ഞാലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് കാര്യം നേടണമെന്ന് വിചാരിച്ച് വരുന്ന ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആയി പോകും. നമ്മൾ മനുഷ്യന്മാരല്ലേ. അതെ, ബിഗ് സ്ക്രീനിൽ നമ്മളുടെ പേര് എഴുതി കാണിക്കണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമാണ് എൻ്റെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ചേച്ചി ആ ഒരു സമയത്ത് അത്തരത്തിലൊരു തീരുമാനം എടുത്തത് കൊണ്ട് ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരെടുത്തു. ഇപ്പോഴത്തെ കാലത്തും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പേര് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അവരോടായിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ഒരാളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ളത് സ്വീകരിക്കുക, വേണ്ടാത്തത് തള്ളിക്കളയുക. നോ പറയാൻ ഓരോ സ്ത്രീയും പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വേറൊരാളെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോണം, അതിനുള്ള ആർജവം നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ല, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എനിക്ക് ഈ ജോലിക്ക് എൻ്റെ ഈ ജോലി ഭയങ്കര കഷ്ടമാണ്, അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്കിതിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ഒരു ജോബ് കിട്ടുമെന്ന് അറിയില്ല. ആ ഒരു ഡൗട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നില്ലെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഈ രണ്ട് ഓപ്ഷൻ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ട് കിടക്കുമ്പോഴാണ് ഓരോ സ്ത്രീകളുടെയും ജീവിതം നരകതുല്യമായി മാറുന്നത്. നമുക്ക് പറ്റില്ലേ, പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ, പറ്റും. ഈ ഒരു ഡയലോഗ്സ് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം നമുക്ക് എന്നെടുക്കാൻ പറ്റുന്നോ നമ്മളത് ജീവിതത്തിൽ വിജയിച്ചു. ഓക്കെ, ഇപ്പോൾ ചേച്ചിയുടെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടി കത്തിയത് അല്ലെങ്കിൽ കുറച്ച് വിവാദപരമായിട്ടുള്ള കാര്യമായിരുന്നു വേടനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത്, വേടനെതിരായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്ത് വേടനെ ചേച്ചി എതിരായിട്ട് എഴുതിയപ്പോഴും അതിൻ്റെ അടിയിൽ വന്ന കമന്റ്സ് മൊത്തം ഭൂരിഭാഗവും വേടനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ കാണുന്നുണ്ട്, അതുപോലെ ദിലീപിന്റെ ഇഷ്യൂ കാണുന്നുണ്ട്. അന്ന് അത്രയും വേടനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് തെറ്റാണ്, അതുപോലെ ദിലീപ് ചെയ്തത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് സംഭവങ്ങളെ വെച്ചിട്ട് ചേച്ചി എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്കെപ്പോഴും സ്ത്രീകളാണ് മുഖ്യം, പുരുഷന്മാര് മുഖ്യമല്ല എന്നല്ല കേട്ടോ പറയുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും വലുത്, എൻ്റെ മോളാണ് വലുത്, അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും വലുത്. പക്ഷെ എന്നിരുന്നാലും സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വരെ എപ്പോഴും ബലഹീനരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേടന്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാല് കൺസെന്റോട് കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ പിരിഞ്ഞു പോയതിനു ശേഷം എന്നെ മാനഭംഗപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അവര് അതിന്റെ പക തീർക്കുകയാണ് ചെയ്തത് എന്നാണ് ഇതാക്കുന്നത്. അല്ലാതെയുള്ള സംഭവം ഒന്നോ രണ്ടെണ്ണോ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ വേടന്റെ പോസ്റ്റ് ഇടാൻ കാരണം. അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട്, അതായത് കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അതായത് കൺസെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു കൺസെന്റ് നേടിയെടുക്കുകയും സെക്സ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനെ കുറിച്ചാണ് ഞാൻ അതിൽ എഴുതിയത്. രാഹുൽ മാങ്കൂട്ടും അതേപോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദിലീപിന്റെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്ററി, ഒരു കേസായിട്ടാണ് നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഇത്രയും 2-3 ദിവസത്തെ ചാനൽ ചർച്ച മുഴുവൻ ഈ അതിജീവിതയുടെയും വേട്ടക്കാരന്റെയും ഒപ്പം, അല്ലെങ്കിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാറി 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 മറിയുന്ന ഒരു സംഭവമാണ്.
ശരിക്കും ഇതിലെ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ മിസ്റ്ററി ആണ് അതിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ അതിജീവിത എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം നേരിട്ടറിയാവുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ വേറൊന്നും അതില് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന്, അല്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്നൊന്നുമല്ല. പക്ഷെ അത് കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അത് നമുക്ക് മനസ്സിലാകും. നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ ആളുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇത്രയും കാലം തരുന്ന, അല്ലെങ്കിൽ ഓരോ അപ്പൊ ഇപ്പൊ നമ്മള് ഈ അതിജീവിത അനുഭവിച്ചു വരുന്ന ഒരു ട്രോമയുണ്ട്. ഈ 8 years ആയിട്ട് ഇപ്പോഴും അതിന്ന് മുക്തയാവാതെ എന്ത് കണ്ടാലും ഭയക്കുന്ന, ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ഒരു സ്ത്രീയെ നമ്മുടെ ശരീരത്തിൽ ഒരു അസ്വസ്ഥമായിട്ട് ഒരു തൊടല് അല്ലെങ്കിൽ ഒരു നോട്ടം പോലും നമ്മളെ മാനസികമായിട്ട് പല ദിവസങ്ങളില് നമ്മുടെ ഉറക്കം കളയാറുണ്ട്. നമ്മളെ ശരീരത്തിൽ ഒരാളെ ഇഷ്ടമില്ലാതെ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ഒരു സ്ത്രീയെ ഇങ്ങനെ വന്ന് അതായത് നഗ്നയാക്കി അപമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന, അതായത് അച്ഛൻ മരിച്ചു കുറച്ച് നാളാവുന്നുള്ളൂ, അതിന്റെ ട്രോമ, അച്ഛനും മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു ട്രോമയും കൂടിയിട്ട് ആ സ്ത്രീ താങ്ങേണ്ടി വരികയാണ്. അത് താങ്ങേണ്ടി വരുന്ന സമയത്ത് ഈ അവര് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവര് മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് എന്ന് വരെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് സ്ത്രീകള് പറയുന്നതെല്ലാം വെറുതെ മീടു കേസൊക്കെ വന്നതിന് ശേഷം സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ചുമ്മാ ഉണ്ടാക്കണം, അവള് എന്തും പറയും എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ട ഒരു സമൂഹം നമ്മുടെ ഇതില് വളർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ്. അപ്പം ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വിഷമം, അവര് എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പല ഇന്റർവ്യൂസിലും അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന്. ആ ഒരു അവസ്ഥ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു സ്ത്രീ എന്ന നിലയിൽ അനുഭവിച്ചിട്ട്, ഇപ്പൊ ഏതെങ്കിലും, ഇപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാതെ ഒരാള് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിൽ വിഷമിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് മൊത്തം അയാള് എന്താ പറയാ, ശിക്ഷിക്കപ്പെട്ടില്ല, അയാളെ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ കുറ്റവിമുക്തനാക്കിയതല്ല. അതായത് ഇയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ തെളിവുകൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഇയാളുടെ കുറ്റം തെളിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ തെളിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറ്റക്കാരനായേക്കാം, ഇല്ലെങ്കിൽ അല്ലാതെ. അത് അങ്ങനെയാണ് നിരപരാധിയാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവാം. തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മള് ആള് എന്താ പറയാ, തെളിവുകളുടെ അപായത്തിൽ ആളെ വിട്ടയച്ചു, ഇത്രയേ ഉള്ളൂ. അത് ഇപ്പൊ അവന്റെ ആൾക്കാര് കൊട്ടിഘോഷിക്കുന്നത് എന്തോ ദിലീപിന്റെ ഒരു സിനിമ ഏറ്റവും വലിയ ഹിറ്റായിട്ട്, ഭയങ്കര വമ്പൻ ഹിറ്റായി പാൻ ഇന്ത്യ വരെ ലെവലിൽ എത്തി എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. അതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ കേട്ടോ. കാരണം ആള് 8 വർഷത്തോളം കുറ്റക്കാരനായിരുന്നു. ശരി, അതിൽ കുറ്റവിമുക്തനായി, അല്ലെങ്കിൽ തെളിവുകളുടെ ഒരു എന്താ പറയാ അപായത്തില്, തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിനെ വിട്ടയച്ചു, ഇത്രയേ ഉള്ളൂ അതിൽ കാര്യം. ഇതിന് കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. ദൈവമേ, ഇത്രയും എനിക്കില്ല എന്റെ തെളിവുകൾ. പക്ഷെ നമ്മള് ഭയങ്കര അഹങ്കാരത്തോടെയും ജാടയോടും ഭയങ്കര ഞാൻ വലിയ സംഭവമാണ് കണ്ടില്ലേ എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും നാട്ടുകാര് ഇദ്ദേഹത്തിനെതിരെ തിരിയാൻ തുടങ്ങിയത്. അതായത് നമ്മളെല്ലാവരും സാധാരണ ഒരു കുറ്റം നമ്മളുടെ ഭാഗത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്കെതിരെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആരോപിക്കുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ആൾക്ക് ഇല്ലേ, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആൾ ഇത്രയും കാലം സൈലന്റ് ആയിരുന്നു. പക്ഷെ തെളിവുകളുടെ അഭയത്തിൽ വിട്ടയക്കപ്പെട്ടു എന്ന് പറഞ്ഞതും ആള് എണീറ്റു, ആളുടെ ബോഡി ലാംഗ്വേജ് മാറി. അപ്പൊ ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ ആള് കുറ്റക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴും പറയണില്ല, പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിപ്പോ ആള് പറയുന്ന ആളല്ല, ശരി വേണ്ട. ഒരു ദിവസം ഇപ്പൊ റിമ അല്ലെങ്കിലൊക്കെ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു ഗുണ്ട ഉണ്ടായിരുന്നു. പൾസർ സുനിയുടെയൊക്കെ മറ്റേ ധന്യ ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടായിരുന്നോ?
റിപ്പോർട്ടറില് ഏഷ്യാനെറ്റിലൊക്കെ വന്ന കണ്ടിരുന്നു. കണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ആധികാരികമൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ, നമ്മൾ ഇതിലൊന്നും ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട്. അപ്പം പറയുന്ന സമയത്ത് ഒരു ഗുണ്ട ഒരു ദിവസം രാവിലെ എണീറ്റ് വന്നു, എന്നാ ഇന്ന് ഒരു നടീനെ അങ്ങോട്ട് പീഡിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ് മാറിക്കഴിഞ്ഞു. ഇതിപ്പോ ആരുടെയും ഇപ്പൊ ഒത്താശയില്ലാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, ഇയാൾ അങ്ങനെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയണത്. അപ്പൊ ഇത് അങ്ങനെയാണോ, ഇനി ഇപ്പൊ ആരുടെയെങ്കിലും ഗൂഢാലോചനയ്ക്ക് പിന്നിലെ ഫലമാണോ എന്ന് അവിടെ തെളിയിച്ചാൽ മാത്രമേ ഈ ശിക്ഷ അനുഭവിക്കില്ലേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി അത് എന്താ പറയാ മുകളിലേക്കുള്ള കോടതിയിൽ പോകും തോറും നമ്മളുടെ നിരപരാധിത്വം കൂടുതൽ തെളിയിച്ച് വരുവാണെങ്കിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ വിശ്വസിക്കും. അവരുടെ സിനിമകളെല്ലാവരും അംഗീകരിച്ചു തുടങ്ങും. പക്ഷെ ഇപ്പോ വെറും സെഷൻ കോടതിയിലാണ് വിധി വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. അവിടെ നിന്ന് വിധി വന്നതിന് ശേഷവും ദിലീപ് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ജനം അംഗീകരിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. അതിന് പുറകില് ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് കണ്ടെത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാല് നമ്മളുടെ നീതി അതിജീവിതയ്ക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നേരെ തിരിച്ച് വീണ്ടും നമ്മൾ എഴുത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്തതായിട്ട് എഴുതാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ എഴുതി പകുതിയാക്കി വെച്ചേക്കാണോ, എന്തെങ്കിലും പുതിയ സബ്ജക്ട് കാര്യങ്ങളോ? ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കവിതകളിലധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കാരണം കവിതകളിലധികം വായനക്കാരുണ്ടാവാറില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വലിച്ചു നീട്ടി എഴുതിയിട്ടുള്ള ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ആണ് കൂടുതലും ശ്രമിക്കുന്നത്. പക്ഷെ അതിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നുള്ളൊരു ഭയമുണ്ട്. കാരണം എനിക്ക് കാച്ചിക്കുറുക്കിയ വാക്കുകളാണ് എപ്പോഴും പ്രിയം. അതായത് നമ്മൾ വലിച്ചു നീട്ടി പറയാതെ 10 വരിയിൽ പറയാനുള്ള ഒരു ജീവിതം മുഴുവൻ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് എനിക്ക്. അപ്പം ഒരു നോവൽ എഴുതുമ്പോൾ എന്നെ കൊണ്ട് അത് കഴിയുമോ എന്നുള്ളൊരു ആശങ്ക എനിക്ക് നല്ലോണം ഉണ്ട്. ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്നും എനിക്കറിയില്ല. അപ്പൊ എഴുതാനുള്ളത് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് ഓരോ കഥകൾ വരും. കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് സ്റ്റോറീസ് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എഴുതി തുടങ്ങുന്നത്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റിന്റെ പകുതി ഒരു ഇത് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ ഒരുപാട് വായിക്കുന്ന ഒരാൾ കൂടി തന്നെയാണ്. ഇപ്പോൾ ചേച്ചി വായിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു വായനയിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛനൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള പുസ്തകമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെ കുറെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. പക്ഷെ എന്നെ തന്നെ കാണാൻ പറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുതിയൊരു എഴുത്തുകാരി ഉണ്ട്, എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ സീഡോറയിലൂടെ ഈ റീസെന്റ് ഇറങ്ങിയ ഒടുവിലെത്തിയ പ്രേമം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ദിവ്യാനു അന്തിക്കടല്. ചേച്ചിയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് എഴുത്തുകാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ പുസ്തകം വായിക്കുമ്പോഴും അതിൽ 1-2 ഭാഗങ്ങൾ അല്ലെങ്കിൽ കഥകൾ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ പോസ്റ്റ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടൊരു വേർഡാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ വന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ മാനിപ്പുലേറ്റ് ആവുമോ ആതിരാതീഷ്ണ എന്ന ചേച്ചി? ആദ്യമായിരുന്നു. ഇപ്പം നമ്മൾ എത്ര ആവില്ല എന്ന് പറഞ്ഞാലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് കാര്യം നേടണമെന്ന് വിചാരിച്ച് വരുന്ന ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആയിപ്പോവും. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പൊ മജ്ജയും മാംസവും വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു ജീവി തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരാള് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന ഒരൊറ്റ ചിന്തയോട് വന്നിട്ട് അതിന് വേണ്ടി ഏത് വഴി നോക്കാൻ തയ്യാറായിട്ടുള്ള ഒരാള് വന്നിട്ട് നമ്മളെ എന്താ പറയാ, നമ്മൾ അങ്ങോട്ട് തളർത്താൻ തീരുമാനിച്ച് നമ്മൾ തളർന്നു പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തില് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഏകദേശം കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പം പെട്ടെന്നൊന്നും ഒരാളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ നിർത്താനുള്ള ഒരു കാപ്പബിലിറ്റി എനിക്കിപ്പോ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോയിട്ട് എല്ലാ വള്ളികളും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എയർപ്ലെയിൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ കാര്യം മാത്രം നോക്കി നടക്കാൻ, അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ അതാണ് എന്റെ സമാധാനം കേട്ടോ. ഭയങ്കര സമാധാനം ഉണ്ടല്ലേ ഇപ്പൊ? തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ പുസ്തകം, പേന മാറ്റി വെച്ച് കഴിഞ്ഞാല് സിനിമ, പാട്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണോ? തീർച്ചയായിട്ടും. സിനിമ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പൊ അവസാനം കണ്ട സിനിമ ഏതായിരിക്കും?
കാന്താരയായിരുന്നു. കാന്താര. ഓക്കെ. ഇപ്പൊ പാട്ടുകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ പല പോസ്റ്റുകളിലും പാട്ടുകളുടെ വരി ഫോട്ടോയുടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ആയിട്ടിട്ടതാണോ, അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ തോന്നി ഇട്ടതാണോ? ഇല്ല, ഇപ്പൊ നമുക്ക് ആ. ഇപ്പൊ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടിയുടെ വരികൾ വരും ആ. അല്ലേ? ഇപ്പൊ നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആകാശം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകാശമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആകാശം അങ്ങ് വരുന്ന ആ. എന്തെങ്കിലും വരും. അതല്ലാതെ അതിൽ ഒരു കാര്യമില്ല. ഞാൻ പാട്ട് കേൾക്കുന്ന ആളാണ്, പക്ഷെ എന്ന് വെച്ചിട്ട് പാട്ട് എഴുതിയത് ആരാണ്, ആ. ഏത് സിനിമയിലാണെന്ന് അതൊന്നും ചോദിച്ച് കഴിഞ്ഞാൽ നോക്കാറില്ല അല്ലേ? നമുക്കറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയണ്ടത്, അതുപോലെ തന്നെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു പാഷൻ എന്ന് പറയുന്നത് നേരത്തെ തൊട്ടുള്ളതാണോ, അതോ? ഒരിക്കലും ഞാൻ അങ്ങനെ അത് പാഷനായിട്ടല്ല. സ്ക്രിപ്റ്റ് എനിക്ക് സിനിമ എഴുതണം എന്ന് വല്ല ആഗ്രഹമുണ്ട്. അതായത് ഒരു ബിഗ് സ്ക്രീനിൽ നമ്മളുടെ പേര് എഴുതി കാണിക്കണം എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമാണ് എൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം നമുക്ക് എപ്പോഴും, അതായത് നമ്മുടെ അച്ഛന്മാരോ അമ്മമാരോ ഏത് മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരല്ല. നമ്മളുടെ കഴിവുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം അത് എന്താ പറയാ, അത് ഓരോ ദിവസം നമ്മൾ അതിങ്ങനെ മാറ്റി 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 കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി ഓരോ സ്റ്റെപ്പായി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു നാളില് നമ്മുടെ പേരും അങ്ങനെ കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ചേച്ചിക്ക്? ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് അധികം സപ്പോർട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ മാരേജ് ചെയ്തിട്ട് ഇപ്പോൾ 2 years മോറായിട്ടുള്ളൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അധികം സപ്പോർട്ടോ കാര്യങ്ങളോ അവർക്ക് അറിയില്ല, എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പൊ അവർക്ക് ഞാൻ എന്ത് ചെയ്താലും ഓക്കെയാണ്. പക്ഷെ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഞാൻ എന്ത് ചെയ്താലും, നീ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്, നീ എന്തിനാ ഇങ്ങനെ, ഇപ്പൊ നമ്മൾ സ്ലീവ്ലെസ് ഇട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നീ എന്ത് കുപ്പായ ഇട്ടിരിക്കണേ, നീ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കണേ, നീ എന്ത് തൊട കാണിച്ച് നടക്കുന്നേ, അങ്ങനെ ട്രൗസറൊക്കെ ഇടുന്ന ആൺകുട്ടികളെ, നീ എന്താ എപ്പോഴും ജീൻസും ടോപ്പ് ഇട്ടിരിക്കണേ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞാൻ വളർന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി എന്താ പറയാ, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വീട്ടിലിരുന്നാൽ സംഭവിക്കുന്നതേ പുറത്തും സംഭവിക്കുള്ളൂ എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സ്ത്രീക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിനകത്തു നിന്നോ എത്രയോ അപകടങ്ങൾ അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതേ തന്നെയാണ് നമ്മൾ പുറത്തു പോയാലും ഉണ്ടാകുന്നത്. വീട്ടിൽ നമ്മളിപ്പോ പർദ്ദയിട്ടിട്ട് നിന്നാലും അല്ലെങ്കിൽ പുറത്ത് പർദ്ദയിട്ട് നിന്നാലും ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് നമ്മളുടെ സന്തോഷങ്ങളെ, നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ വേണ്ട എന്ന് വെച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ വരും. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി ഇവിടം വരെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിലും അതുപോലെ തന്നെ ചേച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ഞങ്ങൾ ടീമും ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം. താങ്ക് യു സോ മച്ച്.